മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വെള്ളിയൂർ മുസ്ലിം റിലീഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷീറ്റ് ഔട്ട് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. നൊച്ചാട് ഗ്രാമപഞ്ചായത്ത് അംഗം പി നസീറ ഉദ്ഘാടനം ചെയ്തു. വെള്ളിയൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കാരുണ്യ മുസ്ലിം റിലീഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിയൂരിൽ വനിതാ ശാക്തീകരണ ബോധവൽക്കരണ ഷീറ്റ് ടോക്സ് സംഘടിപ്പിച്ചു. സൈബർ ഇടങ്ങളിലെ ചതിക്കുഴികൾ എന്ന വിഷയത്തിൽ ഇന്ററാക്ഷൻ നടന്നു. നൊച്ചാട് ഗ്രാമപഞ്ചായത്ത് അംഗം പി നസീറ ഉദ്ഘാടനം ചെയ്തു. നമുക്കിന്ന് ഏതൊരു കാര്യത്തെക്കുറിച്ചും വിവരങ്ങൾ പൂർണ്ണമായിട്ട് ലഭിക്കണമെങ്കിൽ നമ്മൾ ചാറ്റ് GPT സെർച്ച് ചെയ്താൽ നമുക്ക് ഏതൊരു കാര്യത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് ലഭിക്കും. ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിന് മറ്റൊരു നെഗറ്റീവ് വശം കൂടെ നമുക്കുണ്ട്. അതായത് പലപ്പോഴും ഒരു ഫോൺ കോളിലൂടെയും അതേപോലെ തന്നെ നമ്മുടെ വിവരങ്ങളൊക്കെ സ്വകാര്യ വ്യക്തികളുടെ വിവരങ്ങൾ ചോർത്തിയെടുക്കുന്ന ലിങ്കുകളും ഫോൺ കോളുകൂടെയൊക്കെ നമ്മുടെ സമ്പാദ്യങ്ങളൊക്കെ ചോർത്തിയെടുക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ നമുക്കിന്ന് ലോകത്തുള്ള ഏതൊരാളുകളായിട്ടും ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് താമസിക്കുന്ന ആളുകളായിട്ടും ഒരു വിരൽത്തുമ്പിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിക്കാം. ഈ കെണികളിൽ നമ്മൾ അകപ്പെട്ടു പോകുന്നത് നമ്മുടെ അശ്രദ്ധയും നമ്മുടെ അറിവില്ലായ്മയും മൂലമാണ്. അപ്പോൾ ഇതിനെതിരെയായിട്ട് അല്ലെങ്കിൽ ഇതിനെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ സൈബർ ഇടങ്ങളിലെ ചതിക്കുഴികളെ നമ്മൾ ദിനംപ്രതി അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെയുള്ള ഒരു പ്രതിരോധം എന്ന് പറയുന്നത് ഇത്തരം ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുക എന്നുള്ളത് തന്നെയാണ്. മോട്ടിവേഷൻ സ്പീക്കർ തസ്നീന അമീദ് ക്ലാസ് എടുത്തു. നമ്മൾ ഇതിന് അടിമയായി പോയാൽ നമുക്ക് മോചനം. അഡിക്ഷൻ എന്ന് പറയുന്നത് അടിമത്തം എന്ന് പറയുന്നതാണ്. അപ്പൊ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. മൊബൈൽ നമ്മളെയല്ല കൺട്രോൾ ചെയ്യേണ്ടത്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മൊബൈലിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. നമ്മുടെ കുട്ടികളും നമ്മൾ എന്താണോ കുട്ടികൾക്ക് കൊടുക്കുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ സമയം മൊബൈൽ കണ്ടുകൊണ്ട് ജീവിക്കുന്നതാണ് കുട്ടികൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ കുട്ടി എന്താവും, മൊബൈൽ അഡിക്ഷനാണ്. നമ്മൾ ഗർഭകാലഘട്ടത്തിൽ മൊബൈൽ കാണും അല്ലേ, പ്രസവിച്ച് കഴിഞ്ഞാൽ മൊബൈൽ കാണും. കുട്ടിയെ പാല് കൊടുക്കുന്നേരം മൊബൈൽ കണ്ടുകൊണ്ടാണ് കുട്ടിക്ക് പാല് കൊടുക്കുന്നത്. കുട്ടിക്കൊരു 6 മാസം കഴിഞ്ഞാൽ നമുക്ക് കുറുക്ക് കൊടുക്കും. അപ്പോൾ കുട്ടിക്ക് എന്ത് കാണിച്ചുകൊണ്ടാണ് കുറുക്ക് കൊടുക്കുന്നത്, മൊബൈലിൽ കാണിച്ചുകൊണ്ടാണ്. കാരുണ്യ റിലീഫ് കമ്മിറ്റി പ്രസിഡന്റ് MK ഫൈസൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കാരുണ്യ ജനറൽ സെക്രട്ടറി VM അഷ്റഫ്, മഹല്ല് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KT അസൻ, മദ്രസ കമ്മിറ്റി സെക്രട്ടറി ET ഹമീദ്, PM ഷെരീഫ്, VP അസൻകുട്ടി, നഫീസ ആദം, റുഖിയ മാധയോത്ത്, റെജിന ഷെരീഫ്, P റൈഹാനത്ത്, VM ഹസീന അബു, VM സക്കീന എന്നിവർ സംസാരിച്ചു. വനിതാ വിംഗ് കമ്മിറ്റി വാർഡ് മെമ്പർക്ക് സ്നേഹാദരം നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.